Hi dear friends, welcome back to TravelLoversbymunna. ഇന്നത്തെ വ്ളോഗ് ഈദ് വ്ളോഗാണ്. അത് 2 ദിവസത്തെ വ്ളോഗുണ്ട്. ഇതിൻ്റെ അന്നത്തെ അതിൻ്റെ തലേന്നത്തെ വ്ളോഗാണ്. ഇന്നിപ്പോൾ ഇവിടുന്ന് മുതൽ തുടങ്ങണത് തലേന്ന് ഒരു ഉച്ച തിരിയുമ്പോൾ മുതലുള്ള വ്ളോഗാണ്. ഇതിപ്പോൾ നോമ്പിന് പൊറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പൊറാട്ട ഉണ്ടാക്കണം, ബ്രദറാണ് പൊറാട്ട ഉണ്ടാക്കണത്. പൊറാട്ട ഉണ്ടാക്കാൻ പഠിപ്പിച്ച് തരുന്നത് ഉമ്മയാണ്. ഉമ്മ നല്ല എക്സ്പേർട്ടാണ് പൊറാട്ടയിൽ. അടിപൊളിയായിട്ട് വീശിയിട്ട് പൊറാട്ട ഉണ്ടാക്കും. അപ്പം അത് ബ്രദർ പഠിച്ചിട്ട് അവൻ ഉണ്ടാക്കുകയാണ്. കാലത്തെ വ്ളോഗൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒരു ഉച്ച തിരിയുമ്പോൾ മുതലുള്ള വ്ളോഗ് എടുത്തിട്ടുള്ളൂ. പിന്നെ അധികം ലോങ് ലെങ്ത്ത് കൂട്ടണ്ടെന്നുള്ളതിൽ പിന്നെ അധികം ഒന്നും ആഡ് ചെയ്തില്ല. പിന്നെ പൊറാട്ടയിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത് ചില്ലി ചിക്കനാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിടേക്കുള്ള പുഡിങ് ഉണ്ടാക്കി വെക്കണം. പുഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീറ്റ് കേർഡ് ഉണ്ടാക്കുകയാണ്. പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല എളുപ്പമുള്ളൊരു സംഭവമാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര കാരമൽ ചെയ്തെടുക്കണം. അതിലേക്ക് പിന്നെ നമുക്ക് ആവശ്യമുള്ള പാല്, ഒരു 1/2 ലിറ്റർ പാൽ ഇവിടെ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് അത് ഹാഫ് ആക്കി എടുക്കണം. ഒരു 250 മില്ലി ആക്കിയിട്ട് അത് എടുക്കുക. അതിലേക്ക് പിന്നെ നമ്മൾ നല്ല കട്ട തൈര്, വെള്ളം നല്ല പോലെ കളഞ്ഞിട്ട് ഈ തൈരും കൂടെ എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ തൈര് ഞാൻ വെള്ളം കളയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ ഒരു പുഡിങ് നമ്മൾ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കണം. അതുപോലെ ഉണ്ടാക്കി വെച്ചാലേ പിറ്റേ ദിവസത്തൊക്കെ സെറ്റ് ആവുള്ളൂ. നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ എടുക്കാനൊന്നും പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ട് രാത്രിയൊക്കെ എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ അത് ചൂടാറാൻ വേണ്ടി വെച്ച് അപ്പത്തിലും പിന്നെ മഗ്‌രിബിൻ്റെ ടൈമായി ബാങ്ക് കൊടുത്ത് പിന്നെ എല്ലാവരും നോമ്പ് തുറക്കാനിരുന്ന്. നോമ്പ് തുറന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന തൈര് നല്ല പോലെ വെള്ളമൊക്കെ പോയി നല്ലൊരു ക്രീമി ടെക്സ്ചർ പോലെ ആയതുകൊണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. അപ്പോഴത്തേനും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പാലിൻ്റെ മിക്സും നല്ലപോലെ തണുത്തുണ്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ മിക്സാക്കി എടുക്കുക. കുറച്ച് പാലൊഴിച്ചിട്ട് നല്ല പോലെ മിക്സാക്കി എടുക്കുക. ഇതിനി നമുക്ക് വേവിക്കുകയോ അതേപോലെ ആവി കയറ്റുകയോ അങ്ങനെയൊന്നും വേണ്ട. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇനി നമുക്ക് ഒരു മൺപാത്രത്തിലേക്കാണ് ഇതെടുത്ത് വെക്കേണ്ടത്. മറ്റുള്ള പാത്രങ്ങൾക്ക് വെക്കുമ്പോൾ അതത്രേ ക്ലിയർ ആവണില്ല. മൺപാത്രമാണെങ്കിൽ അത്രയും നല്ലത്. ഇനി ഇത് നമ്മൾ രാത്രിയിൽ മൺപാത്രത്തിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. പിന്നെ ഇനി നാളെയാണ് ഇത് എടുക്കണുള്ളൂ. അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെറുതായിട്ട് മെഹന്തിയൊക്കെ വന്നിട്ട് സെറ്റായി. ഒടുക്കിന് ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ കഴിഞ്ഞ് ഇനിയുള്ള ഇവിടെ നിന്നുള്ള വ്ളോഗ് ഈദ് ഡേയുടെ വ്ളോഗാണ്. ഈദ് ഡേയുടെ അന്ന് കാലത്ത് മുതലുള്ളതാണ്. കാലത്ത് മുതൽ ഒരു ഈവനിങ് വരെയുള്ള വ്ളോഗാണ്. അപ്പോൾ കാലത്ത് മോനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്
എല്ലാവരും ഒന്ന് ഫ്രഷായി വന്ന് പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നിസ്കരിക്കാൻ നിന്ന്. കാരണം ഈ ഒരു പെരുന്നാളിൻ്റെ സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് കഴിക്കണതിൻ്റെ മുന്നേ നിസ്കരിക്കണതാണ്. എന്താ പറയുക, റംസാൻ്റെ പെരുന്നാളാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് പള്ളിയിൽ പോണതും അതേപോലെ നിസ്കാരമൊക്കെ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കുന്നതിൻ്റെ മുന്നേ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെ നിസ്കരിക്കാൻ നിന്ന്. പള്ളിയിൽ പോകാൻ പറ്റാത്ത കാരണം ഇപ്പോൾ പള്ളിയിലൊക്കെ എന്താ പറയുക ടോക്കൺ എടുത്തിട്ടൊക്കെയാണ് 100 പേര്, അതിൻ്റെ കൂടുതൽ പാടില്ല അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ എല്ലാവരും കൂടെ പിന്നെ വീട്ടിൽ നിന്ന് നിസ്കരിച്ച് പിന്നെ ആ നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. ഇന്നലത്തെ പൊറാട്ട ഉണ്ടായിരുന്നു അതിൽ ബാക്കി. അപ്പോൾ അത് ആവി കയറ്റിയിട്ട് ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചുള്ളൂ. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഫുഡ് ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ പിന്നെ ഇതും കൂടെ ആകുമ്പോൾ ആകെ തിരക്കാവും. പിന്നെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല. ഇതൊക്കെ പിന്നെ ഇന്നലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം, ബിരിയാണി അല്ല. അപ്പോൾ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അതിലേക്കുള്ള ചിക്കൻ വേവിച്ചതും. പിന്നെ അവിടെ ഉമ്മ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്നൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ ഫ്രൈഡ് റൈസിലേക്ക് ചില്ലിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടോ. പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ പിന്നെ എല്ലാവരും ഫുഡ് അടിക്കാനിരുന്ന്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ച സ്വീറ്റ് കേർഡാണിത്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പിന്നെ ഇത് കാലത്ത് എണീച്ചതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെച്ച് കുറച്ച് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഈദിൻ്റെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ സ്വീറ്റ് കേർഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്ന വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ബലിപെരുന്നാൾ ആശംസകൾ.